കണ്ണൂരിലെ CPM കോട്ടയാണ് മുണ്ടേരി പഞ്ചായത്ത്. ഈ പാർട്ടി ഗ്രാമങ്ങൾ വരെ ഉണ്ട് എന്ന് എതിരാളികൾ പറയുന്ന ഇവിടെ എങ്ങനെ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ടു എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. നീണ്ട 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDFന് മുണ്ടേരിയിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരായിട്ടുള്ള CPM അണികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പോലും അവകാശപ്പെടുന്നത്. അതിനവർ ചില കാരണങ്ങളും നിരത്തുന്നുണ്ട്. അത് എന്തു തന്നെയായാലും CPM നേതൃത്വത്തെ ഞെട്ടിച്ച വിധിയാണ് മുണ്ടേരിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നതിൽ ഒരു തർക്കവും വേണ്ട. ഇടതുപക്ഷ ഭരണത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് മുണ്ടേരി പഞ്ചായത്തിൽ നടന്നിരിക്കുന്നത്. എന്നിട്ടും തോറ്റെങ്കിൽ അതിന് തൃപ്തികരമായ ഒരു വിശദീകരണം തന്നെ CPM ജില്ലാ സെക്രട്ടറിക്ക് ഇനി നൽകേണ്ടതായിട്ട് വരും. ഈ സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ താക്തികമായിട്ടുള്ള ഒരു അവലോകനമല്ല, എന്തുകൊണ്ട് തോറ്റു എന്നതിന്റെ ലളിതമായ ഉത്തരം തന്നെയാണ് ഇനി CPM അണികളും പ്രതീക്ഷിക്കുന്നത്. മുണ്ടേരി പഞ്ചായത്തിന്റെ അഭിമാനമായിട്ടുള്ള മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് കേരളത്തിന്റെ തന്നെ മാതൃകയായിട്ടുള്ള ഒരു വിദ്യാലയമാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന സൗകര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഈ ഹൈടെക് സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായിട്ട് പഞ്ചായത്തും സർക്കാരും അതുപോലെ തന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം തന്നെ വലിയ സഹായമാണ് ഒഴുക്കിയിരുന്നത്. വലിയ രൂപത്തിൽ തന്നെ CSR ഫണ്ട് വരെ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രൊമോഷനും പ്ലാൻ ചെയ്താണ് അധികൃതർ നടപ്പാക്കിയിരുന്നത്. ഇതിനായിട്ട് IAS ഓഫീസറായിട്ടുള്ള ദിവ്യ സയ്യർ ഇവിടെ കൊണ്ടുവരികയും അതുപോലെ തന്നെ അവർ മുൻകൈ എടുത്ത് ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം തുറന്നു കാട്ടി ഒരു പ്രത്യേക പ്രൊമോഷൻ വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്ത് നൽകുകയും ചെയ്തിരുന്നതാണ്. ദിവ്യ സയ്യർ പങ്കെടുത്ത മുണ്ടേരിയിലെ ഈ പരിപാടിയിൽ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷും സജീവമായിട്ട് തന്നെയാണ് പങ്കെടുത്തിരുന്നത്. മുൻപ് ഇതേ രാഗേഷിനെ തന്നെയാണ് കർണന്റെ കവചകുണ്ടലത്തോട് ദിവ്യ സയ്യർ ഉപമിച്ചിരുന്നത് എന്നത് തനിക്കറിയാലോ. ഈ കർണന് പോലും അസൂയ തോന്നും വിധം ഈ KKR കവചം എന്നാണ് ദിവ്യ രാഗേഷിനെ വിശേഷിപ്പിച്ചിരുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് KK രാഗേഷിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ ഇത്തരമൊരു അഭിനന്ദന പോസ്റ്റുമായിട്ട് ദിവ്യ സയ്യർ രംഗത്ത് വന്നിരുന്നത് വലിയൊരു വിവാദത്തിനാണ് തിരികൊളുത്തിയിരുന്നത്. IAS ഓഫീസറായിട്ടുള്ള ദിവ്യ സയ്യർ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് ആരോപിച്ച് അന്ന് ദിവ്യക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നത് ഇതേ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വിജിൽ മോഹനാണ്. കോൺഗ്രസ് നേതാവ് KS ശബരിനാഥന്റെ ഭാര്യയാണ് ദിവ്യ സയ്യർ എന്നൊരു പരിഗണനയൊന്നും കൊടുക്കാതെയാണ് യൂത്ത് കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം രാഗേഷിന്റെ തട്ടകത്തിലെത്തി CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തിനൊപ്പം സ്കൂളിന്റെ പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായി ദിവ്യ സയ്യർ മാറിയതും കണ്ണൂരിലെ കോൺഗ്രസിൽ കടുത്ത അതൃപ്തിക്കാണ് കാരണമായിരിക്കുന്നത്.